എടാ ഹൈക്കോർട്ട് പോകാൻ ഈ വഴി തന്നെ വേണോ? നമുക്ക് മെയിൻ റോഡ് വഴി പോയാൽ പോരെ? എടാ ഈ വഴിയുടെ ലാഭം. എടാ ഒരുപാട് ദുർമരണമൊക്കെ സംഭവിച്ചിട്ടുള്ള വഴിയാ. ഒന്നാമത്തെ കാടാ, യക്ഷിയൊക്കെ ഉണ്ടെന്നാ കേൾക്കുന്നത്. എടോ യക്ഷി മാങ്ങാത്തൊന്നും ഇല്ലടോ. ഈ 21 നൂറ്റാണോ തന്നെ യക്ഷി? കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അത്ര ശരിയല്ല. പെട്രോൾ തീർന്നേടാ. പോവാൻ നോക്കാം. ഒന്ന് ഇറങ്ങാവോ? യക്ഷിയുള്ള സ്ഥലമാണ് ഇവിടെ. ഒന്ന് ഇറങ്ങുമോ നീ? പെട്രോൾ എവിടെ ഒപ്പിക്കാനാണ്? അല്ലെങ്കിൽ കാട്ടിലെവിടുന്ന് പെട്രോൾ കിട്ടാനാ? എന്നാ ഒരു കാര്യം ചെയ്യ്. ഏടാ അമ്മാവല്ലേ വാച്ചപ്പമാവൻ, അങ്ങനെ വിളി. എന്തായാലും ഉപകാരം ഉണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഈ പാതിരാത്രിയിലും ബിസിയാണ്. ഒരു കുപ്പി കിട്ടി നമുക്ക് തന്നെ സെറ്റാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതെ അമ്മാവാ, ഞങ്ങൾ ഈ പെട്രോൾ തീർന്ന കോട്ട് റോഡിന് വലിയ ഷോർട്ട് കട്ടിൽ അവിടെ പെട്ട് നിൽക്കുവാണ്. അപ്പം കുറച്ച് പെട്രോൾ കിട്ടുന്ന എത്താവോ? എടാ ഞാനും അമ്മാവൻ്റെ മെസ്സേജ്. എടാ അവിടെ ഈ സമയത്ത് ഇങ്ങനെ നിൽക്കരുത്. എടാ മോനെ, അത് യക്ഷി ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. പണ്ട് ISR റോക്കറ്റ് വിടാൻ നോക്കിയതാ. അന്നൊരു പറങ്കി യക്ഷ കണ്ടിട്ട് അവർ തിരിച്ചു പോകും. അന്നേ അതിന് റോക്കറ്റ് കയറ്റി വിട്ടാൽ മതിയായിരുന്നു. അല്ല ഒന്നുമല്ല, ഈ സ്ഥലം അത്ര പന്തിയല്ലെന്നാണ് അമ്മാവൻ പറഞ്ഞത്. ഇതൊരു വിട്ടിലിടാം, കുപ്പി നോക്കുമ്പോൾ പോണല്ലോ. അമ്മാവൻ അങ്ങനെ വെറുതെ പറയല, അനുഭവ സമ്പത്തുള്ള ആളാ. നീ പറയുന്നേ കടേ. എന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലായി. ഡാബി എന്താടാ ഇങ്ങൊന്നേ. എന്താ ഇതല്ലേ അമ്മാവൻ പറഞ്ഞ ഒരു യക്ഷി ഇതല്ലേ? ആരാന്ന്? എന്താ? എടാ ഇത് ഏതോ പെണ്ണാണ്. അതാണ്ട് ഹെഡ്സെറ്റ് കണ്ടില്ലേ? ഞാനൊരു കോൾ ചെയ്യായിരുന്നു, നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല, അതാ ഞാൻ ഇങ്ങ് വന്നേ. നെറ്റ്വർക്കോ? ഇത് വേറെന്തോ സെറ്റപ്പാന്നാ തോന്നുന്നത്. ആരെ ഫോൺ ചെയ്യുക? ഈ സ്ഥലം അത്ര ശരിയല്ലെന്ന് അറിഞ്ഞൂടെ? പപ്പായെ വിളിക്കാനായിരുന്നു. നിങ്ങളുടെ ആരുടെങ്കിലും ഫോൺ തരും എന്റെ പപ്പായ ഒന്ന് വിളിക്കാൻ? പപ്പയുടെ പേരെന്താ? അത് പറയാൻ തരാം. നീനിയ ഡെ കുൻഹ. എന്തോന്ന്? നീനിയ ഡെ കുൻഹ. അടിപൊളി പേര്. കുട്ടിയുടെ പേരെന്താ? സോഫിയ മീഡിയ മെറ്റിൽഡ കുൻഹ. ഈ പേര് ഞാൻ PSC വീട്ടിലെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സാമൂതിരിയുടെ നാട്ടിൽ നിന്ന് കുരുമുളകുമായിട്ട് കപ്പൽ കയറ്റി കൊണ്ടുവരുന്ന എന്റെ പപ്പായി അതൊരു മുക്കിക്കളഞ്ഞു. ആ കുട്ടി പോക്കറലി. ഇത് ഞാൻ PSC പഠിച്ചതാണ്. 1500-കളിലെ ഏതൊരു കഥയാ ഈ പറഞ്ഞത്. ഹിറ്റ് ആൻഡ് റൺ, അതാ അവരുടെ മെയിൻ പോളിസി. അറബിക്കടലിൽ കപ്പലും കുരുമുളകും അവർ മുക്കി, കൂട്ടത്തിൽ എൻ്റെ പപ്പായനെയും മുക്കി. എന്നെ ഒന്ന് പപ്പായൻ്റെ അടുത്ത് കൊണ്ടുപോകാവോ? ഞാൻ കൊണ്ടുപോകാം. പെട്രോൾ ഒന്ന് വന്നോട്ടെ. പോകരുത്, ഇത് പോർച്ചുഗീസ് യക്ഷിയാണ്. നീ ഒരു കാര്യം ഞാൻ പെട്രോൾ അടിച്ചിട്ട് ഞാൻ ലെവ്മിയ പാര പോർച്ചുഗൽ മജീതു പറ്റീഫി. എന്നെ എൻ്റെ പപ്പായുടെ അടുത്ത് കൊണ്ടുപോടാ പട്ടി. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. എടാ ഇനി പേടിക്കണ്ട, ഇവിടെ പോറ്റിയാ നിൽക്കുന്നേ. ആരൊക്കെയാ പുതിയ അതിഥികൾ? ഏതോ വഴിതെറ്റി വന്ന പിള്ളേരാ പോറ്റി. പെട്രോൾ കഴിഞ്ഞ പോലും. ഞാൻ പറഞ്ഞ സ്ഥലം അത്ര ശരിയല്ലാന്ന്. പറയുന്ന നീ ഏതാ? സാമൂതിരിയുടെ നാട്ടിൽ നിന്ന് കുരുമുളകും വാങ്ങി തിരിച്ചു പോവായിരുന്നു എന്റെ പപ്പായി. പിന്നെയും തുടങ്ങി. അവർ മുക്കിക്കളഞ്ഞു. ആ കുട്ടിപ്പോക്കറലി അവനാണ് നമ്മുടെ ജീവിതം തകർത്ത്. ഇപ്പം പോർച്ചുഗീസ് പറയും പോറ്റി. പോർച്ചുഗീസ് മാത്രമല്ല, ഐ ഓൾസോ സ്പീക്ക് ഇംഗ്ലീഷ് പ്രൊഫഷണലി, യു ഓൾഡ് മാൻ. Can and could, may and might, shall and should, ought, might, need, dare. Model auxiliaries like love, need, hate, wish, desire, fear, belong. Static verbs. ഇനി നിനക്കെന്താണ് അറിയേണ്ടത്? Shall I remind you something? നന്ദഗോപാൽ മാരാ. Are you trying to belittle me by speaking in English? Futile attempt, my dear. My proficiency in English language and general knowledge far exceeds yours, young lady. നിനക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, ചരിത്രത്തിൽ അത്യാവശ്യം വിവരമുണ്ട്. എന്നാൽ പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ട്രൈ ചെയ്തൂടെ? ഇംഗ്ലീഷിന് മാത്രം 100 മാർക്സ് ആണ്. പക്ഷേ എൻ്റെ ജനറൽ നോളജ് അത്ര പോരെ പോറ്റി. മാത്സ് ആണെങ്കിൽ വളരെ മോശം. അതിനും വഴിയുണ്ടല്ലോ. കേരള PSCയുടെ ഏത് പരീക്ഷ ആയിക്കൊള്ളട്ടെ, കൈകൊട്ടിയും പാട്ടുപാടിയല്ല, കോൺസെപ്റ്റലായി പഠിപ്പിക്കും. ആര് പഠിപ്പിക്കും? അതിനുള്ള ഉത്തരം നിങ്ങളെ തേടിയെത്തും. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല, അதையும் தாண்டி புனிதமானது. மனிதர் உணர்ந்து கொள்ள, இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. അമ്മ വന്നല്ലോ. ഇപ്പോഴാണ് പുള്ളി പെട്രോളും കൊണ്ട് വരുന്നത്. ആളെന്തി ഇവിടെ എത്ര നേരം ഉണ്ടായിരുന്നല്ലോ? അവരെന്തി?
അവരെന്തി അവരോട് പോയി എന്താ അവിടെ നടന്നേ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മളിവിടെ. ആ വാ അമ്മാവൻ എടുത്തിട്ട് പോകാം. മാമൻ വന്നല്ല, മാമനെ കാണാം. പുള്ളി പെട്രോൾ വാങ്ങിയ എന്തോ. പക്ഷേ എന്നാലും ഇവിടെ പഠിക്കണം എന്നുള്ള കാര്യം മാത്രം ആ പുള്ളി പറഞ്ഞില്ല. അതാണ് കറക്റ്റ് സമയത്ത് ആ വേട്ടാവാളി വന്ന് ഓടിച്ചേക്കുന്നത്. ഉത്തരം നമ്മൾ തേടി എത്തുന്നല്ലേ പറഞ്ഞു? അതെ. വാ. നിങ്ങളത് എവിടെ പോയി കിടക്കുവാണ് നമ്മവാ? നിങ്ങൾ രക്ഷപ്പെട്ടാ? കാണാതായപ്പോ ഞാൻ വെച്ച് നിങ്ങൾ രക്ഷപ്പിടിച്ചോണ്ട് പോയിരുന്നു. നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളല്ലേ? ഞാൻ ഒരു കാര്യം സത്യം പറയൂ, ചുമ്മാ തള്ളരുത്. ചോദിക്കടാ പോവേ. ഈ കേരളത്തിലെ ഏറ്റവും നല്ല PSC ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? KS മെന്റർ. അതെവിടാ? തിരുവനന്തപുരത്ത് കവടിയാറ്. അപ്പൊ പാതിരാത്രിയാണോ PSC? നീ ആദ്യം പെട്രോൾ ഒഴുകി, അവിടെ നമുക്ക് നാളെ ജോയിൻ ചെയ്യാം. എടാ KS മെന്റർ പഠിച്ച 5 രൂപ സർക്കാർ ജോലി ഉറപ്പാ. ചുമ്മാ തള്ളല്ലേ മാമ. തള്ളിയല്ലടാ, ശരിക്കും അവർക്ക് റിസൾട്ട് ഉണ്ട്. ആ കണ്ടാ മതി. എന്നിട്ട് നാളെ പോ. ഓ